நம்ம இல்லைன்னு புட் பண்ணிட்டாங்க. அதை நம்ம இல்லை, ராங் மெசேஜ். உங்கள் பேர், அதாவது உங்கள் பேர், உங்கள் சிம் வந்து, அதாவது என்னோட நம்பர் எனக்கு தெரியும், யாரோ சொல்லியிருப்பாங்க தெரியுது, அதுக்காக வந்துருக்காங்க. இந்த மணி இல்லைன்னு சொல்லிட்டு போயிட்டாங்க. അவ்வளോதான். താൻ MS മണിയാണ്, D മണിയല്ല. ഇതായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം മൊഴിയെടുത്ത ആളുടെ വാദം. സുഹൃത്ത് ബാലമുരുകന്റെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്നും ഈ മൊബൈൽ നമ്പർ പ്രതികളിൽ ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്ന വിവരം ചോദിക്കാനാണ് SIT സംഘം എത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും ഇയാൾ പറഞ്ഞു. ജ്വല്ലറി വ്യാപാരമല്ല, റിയൽ എസ്റ്റേറ്റ് വ്യാപാരമാണ് താൻ നടത്തുന്നതെന്നും വിശദീകരിച്ചു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് D മണിയെ തന്നെയാണെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ അന്വേഷണ സംഘം വീണ്ടും വ്യവസായിയിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ ഉള്ളൂ, സ്വർണ്ണ വ്യാപാരവുമായി ബന്ധമില്ല എന്നതടക്കമുള്ള മൊഴികളിൽ വ്യക്തത വരുത്താനായി മണിക്ക് നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച D മണിയെ തേടിയാണ് പ്രത്യേക സംഘം ഡിണ്ടിഗലിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്നും വ്യവസായി മൊഴി നൽകിയിരുന്നു. അന്വേഷണ സംഘം ചോദ്യം ചെയ്തയാൾ തന്നെയാണ് D മണിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായി വ്യവസായിയെയും മണിയെയും വീണ്ടും ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമാണ് പോലീസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. Subscribe to One India and never miss an update.